നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമായി തുടരുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ നല്ല വേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം ഗോസ്പൽ മിഷൻ ഗൾഫ് ഒരുക്കുന്ന ഈ ശബ്ദമാധ്യമ ശുശ്രൂഷയ്ക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ ശബ്ദമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവര്, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾ കേട്ട് ദൈവരാജ്യത്തിന് കൊള്ളാമെന്നുള്ള പാത്രങ്ങളായി തീരുവാനൊക്കെ ഇന്ന് പകൽക്കാലം നിങ്ങളെ കർത്താവിന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. തലകളെ വണക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പകൽ നല്ല വേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഗോസ്പൽ മിഷൻ ഗൾഫ് ഒരുക്കുന്ന ഈ ശബ്ദമാധ്യമ വചന ശുശ്രൂഷയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ ദൈവം മാനിക്കണമേ. ഈ ശുശ്രൂഷയുടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ അരിമരക്ഷകൻ യേശു ക്രിസ്തുവിന്റെ വചനത്തെ കേട്ട ഈ രക്ഷണീയ നാളുകളിൽ രക്ഷിതാവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവരാജ്യവും നീതി അന്വേഷിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെ ഓരോ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം കർത്താവെ, ഏതാത്മാവിനാൽ അങ്ങനെ മാറ്റമില്ലാത്ത വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ അങ്ങയുടെ വചനം സംസാരിപ്പാൻ അടിയന് കൃപ നൽകണമേ. അവിടുത്തെ കുരിശിന്റെ ചുണ്ടിൽ മലച്ചുകൊള്ളണമേ. അങ്ങയുടെ നാമകത്വത്തിനായി ഈ ശുശ്രൂഷയായി തീരുവാൻ സ്വർഗം കടാക്ഷിക്കണം. ഞങ്ങളെ താഴ്ത്തിപ്പിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരത്തിന്റെ കീഴിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണം. യേശുവിൻ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ശബ്ദമാധ്യമത്തിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് ഞാൻ അല്പമായി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ അടുത്തവർ അനുഭവിക്കേണ്ടുന്ന സ്വീകരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് സ്നാനം. എന്നാൽ സ്നാനം സ്വീകരിപ്പാൻ മനസ്സില്ലാതെ അനേക ദൈവരാജ്യത്തെ അന്യപ്പെട്ട് ജീവിക്കുന്നത് നമുക്ക് നാളുകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്നത് യാതൊരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സുവിശേഷം കൈക്കൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവപക്ഷത്ത് കടന്നു വന്നിരിക്കുന്നുവോ ആ വ്യക്തി സ്നാനപ്പെട്ട് യേശുവിനോട് ചേരണം, യേശുവിനെ ധരിക്കണം എന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്നാനത്തിന്റെ ആരംഭഘട്ടത്തെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. യോർദാൻ നദിയുടെ തീരം ഒട്ടക രോഗം കൊണ്ടുള്ള പ്രവാചക വേഷം ധരിച്ച് യോഹന്നാൻ അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും യോർദാനിന്റെ രണ്ട് തീരങ്ങളിൽ നിന്നുമുള്ള നാട്ടുകാരെ ചേർന്ന വലിയൊരു കൂട്ടം കരയിൽ കൂടി നിൽക്കുന്നുണ്ട്. മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത മൂർച്ചയുള്ള പ്രസംഗം കേട്ട് ജനം മാനസാന്തരം നിറഞ്ഞ ഹൃദയങ്ങളോടെ നിൽക്കുകയാണ്. അനുതാപത്തിന്റെയും ആത്മദവനത്തിന്റെയും അന്തരീക്ഷം അവരുടെ അന്തരീക്ഷം അവരുടെ കണ്ണുകളെ നിറഞ്ഞൊഴുകുകയാണ്. ഓരോരുത്തരായി കൂപ്പ് കൈകളോടുകൂടെ സ്ത്രീകളുടെ സന്തതികളിൽ ഏറ്റവും വലിയവനായി ജനിക്കപ്പെട്ട യോഹന്നാൻ സ്നാപകന്റെ മുൻപിൽ, അഥവാ കത്തിച്ചൊലിക്കുന്ന വിളക്കിന്റെ മുമ്പിൽ ഭക്തിയോടെ ഇറങ്ങി വന്നു നിന്നു. യോഹന്നാൻ അവരെ സ്നാനം കഴിപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. പെട്ടെന്ന് യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ നിർത്തി തന്റെ വലത് കരത്തിന്റെ ചൂണ്ടുവിരൽ ജനക്കൂട്ടത്തിൽ നിന്ന് സാവധാനം തന്റെ അടുക്കലേക്ക് മന്ദമായി ഇറങ്ങി വരുന്ന അരിമരക്ഷകൻ യേശു ക്രിസ്തുവിനെ മേൽ തിരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദിഗന്ധങ്ങളെ പ്രകമ്പനം വിളിക്കുമാറ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നു നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സത്യ വെളിച്ചത്തിന് വിളക്കായ യോഹന്നാന്റെ സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ജനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും യേശു ക്രിസ്തുവിന്റെ മേലായി. അനേക കണ്ണുകൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നസ്രായനായ യേശു വെള്ളത്തിനരികിലേക്ക് ഇറങ്ങി. ഗലീല ദേശത്തു നിന്നും 60 പരം മൈലുകൾ താണ്ടി യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ നിൽക്കുന്നു. എനിക്കും നിന്നാൽ സ്നാനമേൽക്കണമെന്ന അപേക്ഷയോടെ. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെടുവാൻ പാപമൊന്നും ചെയ്യാത്തവൻ, എന്നാൽ യേശുവിന്റെ വാക്കിന് മുമ്പിൽ യോഹന്നാൻ സ്നാപകൻ സമ്മതിച്ചു. യേശു പറഞ്ഞു, സകല നീതിയും ഇതുപോലെ നിവർത്തിയാകുന്നു. ആ വാക്കിൽ ലാവണ്യ വാക്കുകൾ കേട്ട യോഹന്നാൻ സ്നാപകൻ
നമ്മുടെ കർത്താവായ യേശുവിന്റെ ഇമ്പവാക്കുകൾക്ക് സമ്മതമുണ്ട്. യോഹന്നാന്റെ കൈപ്പാട്ടിൽ പാടുന്നല്ലോ, യോഹന്നാന്റെ കൈ കീഴിൽ യേശു യോർദാനിന്റെ വെള്ളത്തിൽ മുങ്ങി, വെള്ളത്തിൽ നിന്നും പൊങ്ങി, വെള്ളത്തിൽ നിന്നും കയറി. ആ പാട്ടിൽ പാടുന്നത് പോലെ യേശു വെള്ളത്തിലിറങ്ങി, യേശു യോഹന്നാന്റെ കൈക്ക് സ്നാനമേറ്റു, വെള്ളത്തിൽ നിന്ന് പൊങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി കരയുന്നപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആകാശം പിളർന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടുനിന്ന ജനത്തിന് ഈ സ്നാനം ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. പുത്രനാം ദൈവം യോർദാന്റെ കരയിൽ, പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ യേശു ക്രിസ്തുവിന്റെ മേൽ, പിതാവാൻ ദൈവത്തിന്റെ സ്വർഗത്തിലുള്ള സാക്ഷ്യം, ത്രിയേക ദൈവത്തിന്റെ സംഗമം യോർദാൻ കരയിൽ. 4 സുവിശേഷ കർത്താക്കളും അത് തോൽച്ചുരുളുകളിൽ എഴുതി. എത്ര മനോഹരമായ ഒരു ആരംഭം! ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന സാക്ഷ്യ വഴിയോടെ. ഹല്ലേലൂയാ, സ്തോത്രം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ സംഗമസ്ഥാനമായ സ്നാനത്തിലൂടെ നീ കടന്നുപോയിട്ടുണ്ടോ? സ്നാനമേറ്റ സ്വർഗം നിന്റെ മേലും തുറക്കും. നിന്റെ മേലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രസാദം ഇറങ്ങി വരും. സ്തോത്രം. നീ അവന്റെ പ്രിയ പുത്രനായി തീരും. സ്നാനത്താൽ നീ അവന്റെ പ്രിയ പുത്രിയായി തീരും. സ്നാനത്താൽ നീ അവന്റെ പ്രിയ പുത്രനായി തീർന്നിട്ടുണ്ടോ? വാത്സല്യ സഹോദരൻ, നീ സ്നാനത്താൽ യേശുവിന്റെ പ്രിയ പുത്രിയായി തീർന്നിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്നാനപ്പെടുമ്പോൾ പലർക്കും നിന്നോട് അപ്രിയം തോന്നാം. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ പ്രിയം ലഭിക്കുന്നത് എത്രയോ ഉന്നതമാണ്. ആയാലും പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് മരണപ്പെട്ട് ഈ സുവിശേഷത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട അവന്റെ പ്രിയ പൈതലായി തീരുവാൻ നിന്നെ തന്നെ പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ ശുശ്രൂഷകളെല്ലാം തന്നെ അക്ഷരത്തിന്റെ അനുഷ്ഠാനങ്ങളിലല്ല, ആത്മാവിനെ നടത്തിപ്പിലാണ്. എന്നാൽ 3 അനുഷ്ഠാനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മോട് ചെയ്യുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സ്നാനം, മറ്റൊന്ന് പാദങ്ങളിലെ ശുശ്രൂഷ, മറ്റൊന്ന് കർത്തൃമേശ അഥവാ തിരുവത്താഴം. സ്നാനത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ 146 വാക്യങ്ങൾ ബൈബിളിലുണ്ട്. അതിൽ നിന്ന് തന്നെ സ്നാനത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. സ്നാനം മുഖ്യ വിഷയമാണ്, അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. അത് ദൈവമക്കൾ സ്വീകരിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. ഈ 146 വചനങ്ങളിൽ സ്നാനത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. മൂലഭാഷയായ ഗ്രീക്കിൽ സ്നാനപ്പെടുത്തുക എന്നതിന് ബാപ്റ്റിസോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം മുക്കുക അല്ലെങ്കിൽ ആഴ്ത്തുക എന്നാണ്. ഈ ക്രിയാപദത്തിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അതിന്റെ അർത്ഥവും മുങ്ങുക എന്നു തന്നെയാണ്. സുറിയാനി ഭാഷയിൽ മാമോദീസ എന്ന് പറയുന്നു. അതിനർത്ഥം ഒഴുകൽ അല്ലെങ്കിൽ നിമജ്ജനം ചെയ്യൽ എന്നാണ്. മലയാളത്തിലെ സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ മുങ്ങിക്കുളി എന്നാണല്ലോ നാം അർത്ഥമാക്കുന്നത്. വിവിധ സ്നാനങ്ങളെ കുറിച്ച് നമുക്ക് ലോകത്തിൽ പഠിക്കാൻ കഴിയും. ജാതീയ സ്നാനങ്ങളുണ്ട്. വിവിധ ജാതി മതസ്ഥർ അനുഷ്ഠിച്ചു പോരുന്ന പലതരം സ്നാനങ്ങൾ. പുണ്യനദികളിലെ സ്നാനം തുടങ്ങി ക്രിസ്തീയമല്ലാത്തവ. 2 പഴയ നിയമത്തിലെ വിവിധ സ്നാനങ്ങൾ ശുദ്ധീകരണത്തിനും മറ്റും ഇസ്രായേലിൽ അനുഷ്ഠിച്ചു വന്നവ വേദപുസ്തകത്തിൽ നമുക്ക് അന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. യഹൂദന്റെ ആചാരക്കുളി ഇതൊന്നിലാണ്. അവൻ ശബ്ദത്തെ തൊട്ടാലോ ചന്തയിൽ പോയിട്ട് വന്നാലോ അവൻ കുളിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക. ഇത് അവന്റെ ആചാരക്കുളിയാണ്. മാനസാന്തര സ്നാനം 3 യോഹന്നാൻ സ്നാപകൻ കൽപ്പിച്ചത്. വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായി 3:11 അപ്പോസ്തല പ്രവൃത്തികൾ 19:4 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4ാമത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ കൊണ്ട് കഴിപ്പിച്ച സ്നാനവും നമുക്ക് പഠിക്കുവാനുണ്ട്. തന്നിൽ വിശ്വസിച്ചവരെ യേശു ശിഷ്യരെ കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. യോഹന്നാന്റെ ശുശ്രൂഷയുടെ കാലയളവിൽ തന്നെ ഈ ശുശ്രൂഷ മറുപടിയായി നിവർത്തിച്ചതായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3:22 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 5ാമത് വിശ്വാസ സ്നാനം. ഇന്ന് നാം അനുഷ്ഠിക്കേണ്ട യഥാർത്ഥ ക്രിസ്തീയ ജലസ്നാനം. മർക്കോസ്